ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീക്കെൻഡാണ്. ഒരു ഗ്രോസറി ഷോപ്പിംഗ് നടത്താൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വലിയ ബഹളമില്ല. സ്കൂളൊക്കെ അവധിയല്ല, അതുകൊണ്ട് നമ്മൾ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അധികം ദൂരമൊന്നും നമുക്ക് യാത്ര ചെയ്യണ്ട, ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫറാണ്, അതുകൊണ്ട് നല്ല തിരക്ക് കാണും. സദ്യ ഏറിയയാണ് ഇവിടുന്ന് പോയവർക്ക് കാണാൻ വേണ്ടി കേട്ടോ. ഖത്തറിൽ നിന്നൊക്കെ പോയവർക്ക് വേണ്ടിയത് ടോയ്സ്. ഏതാ? പുതിയൊരു കാറിൻ്റെ കളർ കണ്ട മക്കള്. നല്ലപ്പം കാണും അല്ലേ? ഫസ്റ്റ് ടൈം. ഇവിടെയാണ് എല്ലാ ജങ്ക് ഫുഡ്സും കിട്ടുന്നത്. ബർഗർ കിങ്, മാക്ഡൊണാൾഡ്സ്, കരീബൻ കോഫി, ഫ്രൈഡേയ്സ്, സാറ്റർഡേയ്സ്. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. കുട്ടികളൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. മോനുണ്ട്, ആക്ച്വലി അവന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങാൻ പോയി. നാട്ടിൽ പുറത്തൊക്കെ പഠിക്കാൻ, ഇന്ത്യയിലൊക്കെ പഠിക്കാൻ പോയിട്ട് വന്നിരിക്കുന്ന പിള്ളേരൊക്കെ 2 ആഴ്ചക്കൊക്കെ അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കറങ്ങാൻ പോയിരിക്കുകയാണ്. അൻസാർ ഗാലറി. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ ഉണ്ട്. ലോങ് ബിൽഡിംഗ്. വലിയ ഫ്ലോർ ഇല്ല, കുറച്ച് ഫ്ലോർ ഇല്ല, 2 ഫ്ലോർ. ഗ്രൗണ്ട് ഫസ്റ്റും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത എല്ലാ സംഭവവും ഉണ്ട്, എല്ലാ സംഭവവും. ഈവൻ ഫർണിച്ചർ, കാർപ്പറ്റ്, ക്രോക്കറി, ഡെക്കറേഷൻ ഐറ്റം എല്ലാം, ഡെക്കോറെല്ലാം ഉണ്ട്. ഗ്രോസറി. ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ ഷോപ്സൊക്കെയാണ് പ്രോബ്ലത്തിലായിരിക്കുന്നത്. കാരണം ആൾക്കാർ പോകുന്നത് ഇങ്ങനെയുള്ള വലിയ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരുപോലെ കിട്ടുന്നതുകൊണ്ട്. ഈവൻ ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിലും അത് അവൈലബിൾ അല്ലേ, റെസ്റ്റോറൻറ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല വേറെ. അപ്പം അങ്ങനെ നമുക്ക് സൗകര്യമാണ്. പക്ഷെ ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്നവർക്കുള്ള പ്രോബ്ലംസ് ഉണ്ട്. തലാഭാത്തുകാരില്ലാത്ത ഇടങ്ങളില്ല. ഇപ്പോൾ വിൻ്ററിലോട്ട് അടുത്തത് കൊണ്ട് പിന്നെ അവർക്ക് ടൈമിംഗ് ഒന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാ സമയം അവർക്ക് ഓടാൻ തോന്നുന്നു. സമ്മറിൽ അവർക്ക് സിമ്പിളായിട്ട് കിട്ടിയാൽ മാത്രമേ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ താഴെ പാർക്കിംഗ് പോകല്ലേ. പാർക്കിംഗ് ഉണ്ടല്ലോ, 600 നമ്പേഴ്സുള്ള പാർക്കിംഗ്. പിന്നെ നമ്മൾ ഈ പുറത്ത് കിടന്ന് കറങ്ങേണ്ട ആവശ്യമുണ്ട്. അത് തന്നെയല്ല, നമുക്ക് ചൂട് കുറവില്ല. തിരിച്ചു വരുമ്പോൾ പുറത്തിട്ട കാറ് നല്ലതായിട്ട് ചൂടാവും. നമുക്ക് അങ്ങനെ ഒരു നമ്മൾ യൂസ്ഡ് അല്ലായിരുന്നു. അയ്യപ്പാസിന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലേ, പുറത്തുനിന്ന് കണ്ടാൽ ചെറുത്, അകത്തോട്ട് കയറും അതിവിശാലം. നേരത്തെ ഏത് ഫ്ലോറാ? ഗ്രൗണ്ട്. ഹുക്കാണ്. എസ് പോലെ ഇരിക്കുന്ന ഹുക്ക. ഇത് നോക്കിയാൽ പക്ഷേ ഇത് കത്തിലേക്ക് ഇതൊരു വാൾ ഡെക്കോറാണ്. ഇതൊക്കെ സെയിലാണ്. നൈസ്. ഇതൊരെണ്ണം വാങ്ങിക്കണം.
ഇല്ല, ഇതിന് ഡിസ്കൗണ്ട് കാണുമോ? അത് അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതുണ്ട്, ഇതൊരു നല്ല വോൾ ഡെക്കർ, നൈസ്. This is all furniture area. Decor items. This is all side tables. This is from 329 to 246. Side table ആണ്. ഇതുണ്ടോ? ഇത് ഫോൾഡിങ്. This is all carpet area. Carpet area. ഇത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണെന്ന് തോന്നുന്നു, ലൈറ്റ് ഷെയ്ഡ്സ് അല്ലേ? ഡാർക്ക് ഷെയ്ഡ്സ് കാണുന്നുണ്ട്. നമ്മുടെ കിടക്കുന്ന അനുസരിച്ച് ആ കളർ ഇതുണ്ട് 200, 225, 259. ഇത് ഫോട്ടോ ഫ്രെയിം അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇതെടുക്കട്ടെ, ഇത് നമ്മുടെ അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോയ്ക്ക് പറ്റും അല്ലേ? ഇതൊക്കെ ചീപ്പാട്ടോ, 4 റിയാൽസ് ഒക്കെ ഉള്ളു. അപ്പം നമ്മൾ ഇതൊരെണ്ണം എടുത്തു. കളർ നല്ല രസമുണ്ട്. ഐ ലൈക്ക് ദ കളർ. So 3 different sizes. എവിടെയാണ് ഈ പക്ഷികൾ കരയുന്നത്? It's artificial. Oh, here. എല്ലാം പോട്സ്. ഗ്രേ തീർന്നു തോന്നുന്നു. ഹെവി. ഇവിടെ മുഴുവനും ലൈറ്റുകളാണ് സുഹൃത്തുക്കളെ. ബ്യൂട്ടിഫുൾ ലൈറ്റ്സ്. എവിടെ?
കുമ്പളങ്ങ. അതെണ്ണ എൻ്റെ കവറുണ്ടോ? മാങ്ങയുണ്ട്, പക്ഷേ ഇതെല്ലാം പച്ച വാടിയതുപോലെ തോന്നി. രണ്ടെണ്ണം എടുക്കാം, കച്ചാലിടാം. ആയിരം പേര് വന്ന് 1000 പേര് ഞെക്കുന്നു. എന്താ ചെയ്യാൻ പറ്റും, പാവം മാങ്ങ അല്ലേ. വഴുതനങ്ങയുണ്ട്. സാമ്പാറിനുള്ള സംഭവങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ അവിയല. ചേമ്പുണ്ട്. അത്ര നല്ലതെല്ലാം തോന്നും. ഓക്കെ, അതുകൂടി എടുക്കാം. ക്യാബേജ്. നമ്മുടെ ഫ്രൂട്ട് സെക്ഷനാണ്. പൈനാപ്പിൾ എടുക്കാം. പീച്ചുണ്ട്. ഇത് മധുരം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഒരു സീസണാന്ന് തോന്നുന്നു. ഇത് ആഫ്രിക്കൻ മാംഗോ. ഒത്തിരി വലുത് ഉണ്ടോ? ഒത്തിരി ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഒരു 800 grams. പക്ഷെ മധുരമാണ്. ഇതൊരെണ്ണം എടുക്കാം. ഓറഞ്ച് അല്പം എടുക്കാം. മാൻഡറിൻ്റെ നല്ല മധുരമുള്ള ഒരു ഓറഞ്ച്, ചെറിയ നാട്ടിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ, ഇതുപോലത്തെ മൊസംബി ടൈപ്പ് എല്ലാം ഉണ്ട്, കുറേ ടൈപ്പ്. ഓറഞ്ച് എടുക്കുമ്പോൾ ഇങ്ങനെ ചില പാടുപതകരികളൊക്കെ ഉള്ളതാണ് നല്ലത് കേട്ടോ. അതിന് മധുരം കൂടുതൽ. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ? ചില പാടൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ നല്ല പോളിഷായിട്ടുള്ളത് എടുക്കാൻ പോകും അല്ലേ? പക്ഷെ അതൊന്ന് ശ്രമിച്ച് നോക്കണേ. അങ്ങനെയുള്ളതിന് നല്ല മധുരമാണ്. എന്താ കാരണം എന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയുള്ളതിന് നല്ല മധുരം. ഞാനങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. പലപ്പോഴും അത് 80% ഉറപ്പാണ്. ഇവിടെ നല്ല സ്നാക്സ് കിട്ടും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഈ ഒരു സംഭവം, അതായത് പഞ്ചാബി സമൂസ. അത് ഞാൻ കുറച്ചങ്ങ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഭയങ്കര ക്രൗഡായിരുന്നു. ക്രൗഡെന്ന് പറഞ്ഞാൽ ഈ ഓഫർ ആയതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റിൻ്റെ അവിടെ കുറേ വെയിറ്റ് ചെയ്യണ്ടാവും. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ബായ്.
ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അല്ല ഗ്രോസറി വാങ്ങിച്ചത്. പിന്നെ ഇതെന്തുവാ ചിക്കൻ ഗിസാഡ്സ് ആൻഡ് ലിവർ. ഇതൊക്കെ ഓഫറാണ്. 3 പീസുണ്ട് കണ്ടോ, നല്ല ഓഫറാണ് അവിടെ. ഗൈസ് ഇതൊക്കെ ഫിഷ് ഞാൻ വാങ്ങിച്ചത്. ഇത് സീബാസ് എന്ന് പറഞ്ഞൊരു ഫിഷ്, നമ്മുടെ നാട്ടിലെ പുല്ലനില്ലേ, പുല്ലനൊക്കെ പോലെ അത്. പിന്നെ നല്ല ഫ്രഷ് അയലയുണ്ട്, അയല. പിന്നെ ഇത് ഒമാനി എന്നുള്ളത് കേട്ടോ, എനിച്ചിരി ഉപ്പ് കൂടുതലാണ്. പക്ഷേ ഇത് നല്ല ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലാക്കണം. കിച്ചണൊക്കെ ആകെ അങ്ങനെ കിടക്കുന്നു കേട്ടോ. ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനി എല്ലാം കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. പിന്നെ നമ്മൾ വാങ്ങിച്ചത് പ്രോൺസ്. ഇത് ഓഫർ ഉണ്ടായിരുന്നത്. ചില ദിവസം നമുക്ക് നല്ല ഓഫറിൽ കിട്ടും. ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. നോക്കാം. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഉണ്ട്. അത് ഞാൻ അരച്ച് വെക്കും ഫ്രീസറിൽ. ഇങ്ങനെ ഒന്നിച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അരച്ച് ക്യൂബ്സ് ആയിട്ട് വെക്കും. അപ്പം നമുക്ക് ഈസി. പിന്നെ ക്യാബേജ്, കറിവേപ്പില, ഇത് നമ്മുടെ കോവയ്ക്ക. ഇതാണ് മാംഗോ ഞാൻ പറഞ്ഞത് കേട്ടോ. പച്ചമാങ്ങ. ഇത് ഒരു ചെറിയ പീസ് മത്തങ്ങ. ഇത് ടൊമാറ്റോ. കഞ്ചി കേട്ടോ കണ്ടോ, നമ്മുടെ ഡ്രം സ്റ്റിക്ക്, മുരിങ്ങക്കോൽ. ഇത് കുമ്പളങ്ങ. എത്ര കിലോ? ബ്രിഞ്ചാൾ. പച്ചമുളക്. നിങ്ങളോർക്കുമായിരിക്കും ഞങ്ങൾ വാങ്ങിച്ച സാധനമൊക്കെ എന്തിനാ കാണിക്കുന്നില്ല, ചുമ്മാ ഒരു രസം. ചേമ്പ്. ഇതൊരു സാമ്പാർ, ഒരു അവിയൽ, നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത കൊച്ചുള്ളി. നല്ല വിശപ്പുണ്ട്. ഭക്ഷണം ഉച്ചയായി ഞങ്ങൾ വന്നപ്പോഴേ. അപ്പോൾ ഒരു പീച്ച് നമുക്ക് കഴിച്ചു. പീച്ച് കഴിച്ചു നോക്കുമായിരുന്നു. നല്ല മധുരമാണ്, സൂപ്പറാണ്. ഇറാൻ്റെ ഇത്. ഇന്ന് ഞാൻ പോയപ്പോൾ വാങ്ങിച്ച ഒരു 3-4 സാധനങ്ങൾ ഞാൻ കാണിക്കാമേ. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ആർട്ടിഫിഷ്യൽ ക്യാൻഡിലാണ്. എല്ലാവരും കണ്ടു കാണും. ഞാൻ ലേറ്റായി കേട്ടോ, സോറി. കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നു. ഇതുപോലത്തെ 4 പീസ് വാങ്ങിച്ചു. ഇത് ഗൈസ് ഓൺലി 1 റിയാൽ. ഖത്തറിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അൻസാർ ഗാലറിയിൽ പോയാൽ ഈ സംഭവം ദീപാവലിക്കൊക്കെ സൂപ്പറാണ്. നമുക്ക് മെഴുകുതിരി വാങ്ങിക്കണ്ട, കത്തിക്കണ്ട, കുഞ്ഞുങ്ങളെ പേടിക്കണ്ട. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. കണ്ടോ, ഇതൊരെണ്ണം. അങ്ങനെ ഞാൻ 4 എണ്ണം വാങ്ങിച്ചു. ഇത് ബാറ്ററിയാണ്, ചെറിയ ബാറ്ററിയാണെന്ന് തോന്നുന്നു. ഞാൻ തുറന്നു നോക്കിയില്ല. പക്ഷേ ഇതിൻ്റെ എത്ര ഡ്യൂറേഷൻ, നമുക്ക് ഡ്യൂറബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് ലുക്സ് നൈസ്. ലുക്ക് അറ്റ് ദിസ്. ഇറ്റ്സ് ഓൺലി 1 റിയാൽ ഹിയർ ഇൻ ഖത്തർ. I went to Ansar Gallery. Big offer is going on, 50%. So I bought 4. Nice. പിന്നെ ഓഫേട്ടെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം. ഇതുണ്ടോ, ഫോട്ടോ ഫ്രെയിം 3 എണ്ണം വാങ്ങിച്ചു. അതായത് ഡിഫറെൻറ്റ് ഷേപ്സ്, ഡിഫറെൻറ്റ് സൈസ്. ഇതും ചീപ്പാണ്, 8 റിയാലേ ഉള്ളൂ. ഈ വലുതിന് 8 റിയാൽ.
പിന്നെ 7 റിയാൽ, ഇത് 4 റിയാൽ, 3 എണ്ണം. പിന്നെ വാങ്ങിച്ചത് look at this, it's very cute, look at this. ഇതിൻ്റെ ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി ടൈപ്പ് ഉണ്ട് കേട്ടോ. പൂച്ച, പട്ടി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കണ്ട, ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ വില ഇത് 19.75 റിയാൽ, ബട്ട് ഇറ്റ് ഈസ് റിയലി വർത്ത്. നോ ഇതിന് കൺസെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബില്ല് ഞാൻ എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ കുറച്ച് കുറഞ്ഞായിരുന്നില്ല. നൈസ്. പിന്നെ വാങ്ങിച്ചത് ഇതൊരു വോൾ ഡെക്കോറാണ്. ഇത് കണ്ടോ, ഇത് സൈസ് ഞാൻ കാണിക്കാം. എൻ്റെ കൈയുടെ, അയ്യോ, ഇതിൻ്റെ അവിടുന്ന് ഇത്രയും വലുപ്പമുണ്ട്, ഉണ്ടോ? ഞാൻ ലിവിങ് റൂം മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ബോൾ ഇട്ടിട്ട് കാണിക്കാവേ. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡു ദ ലിവിങ് റൂം മേക്ക് ഓവർ. You all know that I shifted the house, so I'm just working on that. So maybe soon I will do that. പിന്നെ എന്താ വെച്ചാൽ വാങ്ങിച്ച അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഞാനൊരു മൈക്ക് വാങ്ങിച്ചെന്നു. അതൊന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കമൻറ്റിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇത് മൈക്ക് ഓക്കെ ആണോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്നൊക്കെ. പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടു കേട്ടോ. സോ ഗൈസ്, ഇത് മൈക്ക്, ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിന് ഇതിന് എത്ര 50% ഓഫർ. ആക്ച്വലി 50% ഓഫർ. ക്ലിയർ ആണെന്നൊന്ന് പറയണേ വോയിസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഓക്കെ, ബൈ.